ജ്യൂസ് റെഡി, കുടിച്ചോ. പാറക്കുട്ടി, പാറക്കുട്ടി പൂച്ചക്കുട്ടി എവിടെ? അപ്പുറത്താണ്ടി. അപ്പുറത്താണോ? അയ്യോ, എന്താ ഞാൻ പോട്ടെ. എവിടെ പോന്ന്? പൂച്ച നോക്കാൻ പോകുന്ന ആന്റി. ആ പൂച്ച വന്നതിന് ശേഷം 24 മണിക്കൂർ എന്റെ പുറകെ. പേരൊക്കെ ഇട്ട് തുമ്പി. വാവ്, അടിപൊളി പേരാണല്ലോ, പാറക്കുട്ടിയുടെ തുമ്പിക്കുട്ടി. അതിന് ഫുഡെല്ലാം സമയത്ത് കൊടുക്കലുണ്ടോ? അതൊക്കെ അവിടെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. പിന്നെ ആന്റി, ശങ്കരാപ്പൂപ്പനെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. സത്യം? എന്റെ അമ്മ, അടിപൊളി. ഞാൻ വിചാരിച്ചേ അന്നത്തെ പ്രശ്നം കാരണം എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കും, പിണക്കായിരിക്കും ഇതൊക്കെ വിചാരിച്ചു. എന്റെ അടുത്ത് ചോദിച്ചു അപ്പൂപ്പനോട് വന്നു കഴിഞ്ഞാൽ ഹൈമാൻഡിക്ക് ഇഷ്ടപ്പെടുവോ, ഹൈമാൻഡ് ദേഷ്യമാവോ എന്നൊക്കെ. അപ്പത്തേക്കും രാംകുമാറകൾ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. താങ്ക് ഗോഡ്, സമാധാനം. എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. കുടിക്ക്. അല്ല ആന്റി, അവര് പോയിട്ട് കുറെ നേരം ആയില്ലേ ഡെക്കറേഷൻ വാങ്ങാനായിട്ട്? ഇത്ര നേരം എടുക്കുന്നത്? അത് ശരിയാണല്ലോ. അങ്കളുടെ കൂടെ പോയേക്കുന്ന കേശുവല്ലേ, വെറും കഴിക്കാൻ കയറി കാണും. എന്നാലും സാരമില്ല തമ്പി, ഫുഡ് കഴിക്കാനായിരിക്കുമല്ലോ കയറിയ, വേറെ ഒന്നിനും ആയിരിക്കില്ലല്ലോ. സമാധാനം. അല്ല ശിവ തമ്പി, നമുക്ക് ഡിന്നറിന് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയാലോ? വെറൈറ്റി. ആന്റിക്ക് അതാണ് ഇഷ്ടം തന്നെ, അങ്ങനെ ആക്കാം. നിങ്ങൾ കൂടെ കൂടുവോ? പിന്നെ ആന്റി ഒക്കെ നമ്മള് ഫുൾ ഓക്കെ. ഓക്കെ, സെറ്റ്. വെറൈറ്റി റെഡി ആക്കി. എവിടെയാണോ ഇത്ര നേരം? ഇത്ര നേരെ പോയിട്ട്? ശരി, ഇത്ര സാധനം മേടിച്ചോണ്ട് നടന്നു വരണ്ടേ ഇങ്ങ്? പിന്നെ ഇച്ചിരി പോത്തെ സാധനം മേടിക്കാനല്ലേ ഇത്ര നേരം? ഇത് ചേച്ചി പറഞ്ഞ ചേച്ചി കറക്റ്റ്. ഇവനല്ലേ കൂടെ പോയത്. മിക്കവാറും അങ്ങളിനെ സോപ്പിട്ട് ഏതെങ്കിലും കടക്കാര് ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. അയ്യോ, നിങ്ങൾ എങ്ങനെ പറഞ്ഞു? അതല്ലെങ്കിലും അങ്ങനെയല്ലേ വരുള്ളൂ. നീയല്ലേ കൂടെ പോയത്, ഞങ്ങൾക്ക് അറിയാൻ പാടില്ല നിന്റെ സ്വഭാവം. അപ്പൊ അതായിരുന്നു സത്യം. അതെ, അത്രയൊന്നും ഓവറാക്കല്ല കേട്ടാ. ഞാൻ ഒരു കാപ്പി മാത്രമേ കുടിച്ചുള്ളൂ. കാപ്പി അല്ലാണ്ട് പിന്നെ ഒരു സാൻഡ്വിച്ചും കൂടെ. കാപ്പി സാൻഡ്വിച്ചും കഴിക്കാനാണ് ഇത്രയും നേരം എടുത്തത്? ഞാനല്ല ലേറ്റ് ആക്കിയത്, ഞങ്ങളാണ് ലേറ്റ് ആക്കിയത്. പെട്ടെന്ന് നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാം, അവിടെ ഡെക്കറേറ്റ് ചെയ്യണ്ടല്ലോ. അങ്കിൾ എങ്ങനെ ലേറ്റ് ആക്കിയെന്ന് പറഞ്ഞു? അത് അങ്കിളിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ആന്റി ഒക്കെ ഉണ്ട്, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. മറ്റേ പേര് ഹൈമ വൈഗ. നല്ല കണക്ഷൻ ഉള്ള രണ്ട് പേരില്. ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കത് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻഡി. ഉണ്ണിക്കുട്ട കാണിച്ച് പറയാൻ പാടില്ലായിരുന്നല്ലേ? അങ്കളെ സീനാണോ? സീനാണോ എന്ന് ചോദിച്ചാ സീനാണ്. മിക്കവാറും ശങ്കണന്റെ ബർത്ത്ഡേയും എന്റെ ചാക്കാലിയും ഒപ്പം നടത്താം. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിട്ട് വരട്ടെ. ഉണ്ണിക്കുട്ടാ, നിന്നോട് ആരാണ് വാ ഓർക്കാൻ പറഞ്ഞത്? ഇത് പുണ്യിച്ച് ഞാൻ അറിഞ്ഞു, എല്ലാം കൂടെ എന്നിട്ട് ഇങ്ങനെ കുത്തിയുണ്ടല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് ഞങ്ങളുടെ ചാക്കാലം നമുക്ക് ഇപ്പൊ ആഘോഷിക്കാം. പോയി കോംപ്രമൈസ് ചെയ്ത് നമുക്ക് ശങ്കരപ്പൂവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. ഏത് വേണം? എന്നാ പിന്നെ പോയി നമുക്ക് മറ്റേ വാ. ഹൈ, ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങല്ലേ. നിങ്ങൾ പോയേ, വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്. കുട്ടികൾ പുറത്തുള്ളതാ. പോയേ. എനിക്കും അതാ പറയാനുള്ളത്, കുട്ടികളുള്ളതാ. വാ, കുട്ടികളൊക്കെ ഇവിടെ ഉള്ളതല്ലേ, കം. എനിക്കതല്ല മനസ്സിലാവാത്തത്. നിങ്ങൾ പോയ അതേ കോഫി ഷോപ്പിൽ എങ്ങനെയാണ് അവനും വന്നത്? കോഇൻസിഡൻസ്. നിങ്ങൾക്ക് ഉരുണ്ട് കളിക്കലിനോട് കോഇൻസിഡൻസ്. ഞാൻ മണ്ടിയൊന്നും അല്ല റാം. അവൾ അവളുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ വന്നാണെന്ന്. അവളാ? വൈക. കണ്ട അതിൽ തന്നെ കളത്തരല്ലേ റാം? അത്ര ക്ലോസ് ആയ ആൾക്കാണ് അവള് ഇവള് എടി പൊടി നീ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഇത് എന്തോ കളത്തരുണ്ട്. ഞാൻ നിന്നെ അവള് എടി ഓടി നീ എന്നൊക്കെ വിളിക്കാറുണ്ടോ? എങ്ങനെ വിളിക്കും? നിങ്ങൾക്ക് എടുത്തിട്ട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട് നിങ്ങൾ അവള് എടി പൊടി നീ എന്നൊക്കെ വിളിക്കും. എന്നാ ശരി, പറയടി. എന്ത് പറയണീന്നാ? അതിനെന്താ മോളെ, വാ തമ്പി, ആന്റി നിങ്ങൾ തമ്മിൽ വഴക്കാണോ? അയ്യോ, വഴക്കൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുന്നു. എന്റെ പൊന്നാന്റി, സത്യം പറയാമല്ല, ഞാനത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. അങ്കിൾ എന്നോട് അവിടെ വെച്ചാൽ പറഞ്ഞതാണ് ഇത്. അവിടെ വെച്ചാൽ വൈകേന്റെ കണ്ട കാര്യം വന്ന് ആൻ്റെ അടുത്ത് പറയരുത്, പ്രശ്നമാകുന്നു. പക്ഷെ ഞാനാണ് ലേറ്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ കൈവിട്ട് പറഞ്ഞു. സോറി. അങ്ങനെ പറഞ്ഞ ബർത്ത്ഡേ ക്യാൻസൽ, ചാക്കാല കൺഫേം. ഒന്നുമില്ല, മിണ്ടണ്ടിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞ പറഞ്ഞു പറയാൻ പാടില്ലായിരുന്നു. സോറി ആന്റി. സാരമില്ല. അങ്കിൾ വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. നിങ്ങൾ കോഫി മാത്രമേ കുടിച്ചുള്ളൂ? ഞാൻ ഒരു കോഫിയും ഒരു സാൻഡ്വിച്ചും. അങ്കിളും ആന്റിയും കൂടെ ക്യാപ്പിച്ചിനോ കുടിച്ച്. അങ്കിളല്ലേ അങ്കിളെ പറഞ്ഞ ആന്റിക്ക് ക്യാപ്പിച്ചിനോ ഇഷ്ടമെന്ന്.
ക്യാബേജ്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കാൻഡി വേണ്ട വാടാ. തമ്പി നിങ്ങൾ ഡെക്കറേഷൻ തുടങ്ങിക്കോ, ഞങ്ങളിപ്പോ പുറത്തേക്ക് വരാം. ഉണ്ണിക്കുട്ട മോൻ അവിടെ നിൽക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്കിള് ഞങ്ങളുടെ കൂടെ വാ. അങ്കിൾ ഇവിടെ നിന്ന് ശരിയാവില്ല. അത് വേണ്ട, അങ്കിൾ ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് വരാം. അല്ല വേണ്ട, നമുക്ക് എല്ലാവർക്കും പോയി ഒന്നിച്ച് ഡെക്കറേറ്റ് ചെയ്യാലോ. അതെ ആന്റി വാ ആന്റി. ആന്റിക്ക് ഞാൻ ദിയനെ പോലെയല്ലേ? തമ്പി മോളെ, തമ്പിക്കൊരു കാര്യം അറിയോ? ഈ ദിയെ പ്രസവിച്ചിട്ടേ ആദ്യം അവളെ പേരിട്ട് എന്താണെന്നറിയോ? ദിയെന്നല്ല, വൈഗ. ആഹാ, അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ടായിരുന്നോ? അതെ, 28 വരെ മാത്രമാണ് അങ്ങനെ വിളിച്ചത്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോ പേര് മാറ്റി ദിയാന്ന് തന്നെ ആക്കിയില്ലേ. എന്നാലും നിങ്ങൾ വൈകി നിട്ടില്ല ആദ്യം. ഓക്കെ മതി കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. ആദ്യം നമുക്ക് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം, അതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കറക്റ്റ്. നമുക്ക് എല്ലാ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ അറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ നടക്ക്. എന്നാ അറേഞ്ച്മെന്റ്. അമ്മേ മണ്ടകൊണാപ്പി, എന്തൊക്കെ മണ്ടത്തിലാണ് നീ വിളിച്ചു പറഞ്ഞത്? ഇനി നീ വാ തുറന്നണ്ടല്ല പല്ലടിച്ച് താഴെ ഞാൻ. എന്റെ പൊന്നി ചേച്ചി, ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്, മൊത്തം കൈവിട്ടു പോയി. ഞാൻ എന്ത് ചെയ്യാൻ? ഇനി എന്താ ചെയ്യാനോ? മിക്കവാറും ആന്റി അങ്കിളിനെ തട്ടും. അങ്ങനെ എങ്ങനെ സംഭവിച്ചോണ്ടല്ല, അങ്കിളുടെ മരണ കാരണം നീ ആണെന്ന് ഞാൻ നാട് മൊത്തം വിളിച്ചു. ചേച്ചി എന്ത് ഭ്രാന്താണോ? നീ വാ തുറക്കുവോ? ഇല്ല. എന്നാ പോ. കൊല്ല്. തുറന്നാ റെഡിയാണ്.